ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ നാടും വീടും ഒക്കെ വിട്ട് ഗൈസ് ഒരു കൊച്ചു സ്വർഗത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അത് വേറെ എവിടെയല്ല, പൂണ്ടിയിലുള്ള ഹോബിറ്റോ റിസോർട്ടിലാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ വന്നിട്ട് നമ്മൾ നല്ല ടയേർഡായിരുന്നു വന്നിട്ട്. അതാണ് ഇന്നലത്തെ വീഡിയോയിൽ ഇതൊന്നും ഉൾപ്പെടുത്താൻ. അപ്പോൾ ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു റിസോർട്ട് ടൂറാണ് ഗൈസ്. നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു റിസോർട്ട് തന്നെയാണ്. ബിക്കോസ് എന്താ പറയുക, ഞാൻ ഇതുവരെ കാണാത്ത ഒരു ടൈപ്പ് റിസോർട്ടാണ്. ബിക്കോസ് ഇത് കോൺക്രീറ്റോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിച്ചല്ല പണിതിരിക്കുന്നത്. വെച്ചാൽ ഇവിടെ ഭയങ്കര തണുപ്പാണല്ലോ. എൻ്റെ മുഖമൊക്കെ കണ്ടാൽ അറിയായിരിക്കും, ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുമോ ഫേസൊക്കെ. അത്ര തണുപ്പാണ് ഗൈസ്. വെയിലടിക്കുന്നുണ്ട് പക്ഷെ ഒടുക്കത്തെ തണുപ്പാണ്. അപ്പോൾ ഈ തണുപ്പിനൊക്കെ പറ്റിയ ഒരു ടൈപ്പ് ബിൽഡിംഗ് ആണ് ഗൈസ്. ഇത് ബിൽഡിംഗ് എന്ന് പറയാൻ പറ്റില്ല, അത്ര ഭംഗിയാക്കാണ്. ഇതിന്റെ ഷേപ്പ് തന്നെ കണ്ട. നമ്മള് ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുമ്പോഴേ ഗ്രീൻ റൂഫ് ഏത് സാധനത്തിനാണെങ്കിലും ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തണുപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ റൂഫ് കൊടുക്കും നമ്മൾ. ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ഒരു ഗ്രീൻ റൂഫ്. അപ്പൊ സാർമാര് പറയായിരുന്നേ ഗ്രീൻ റൂഫ് ഒന്നും വർക്ക് ആവത്തില്ല കുട്ടി, വർക്ക് ആവത്തില്ല. ഗൈസ് നോക്കൂ, വർക്ക് ആവും. ഞാൻ ആദ്യമായിട്ട് ഒരു ഗ്രീൻ റൂഫ് നേരത്തെ കാണുന്നത്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. അതായത് നമ്മുടെ റൂം എന്ന് പറയുന്നത് ഇതാണ്. എന്നിട്ട് റൂമിന്റെ മുകൾ വശം നിങ്ങൾ കാണണം. എന്താ കണ്ടില്ലേ? ഇത് ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ തന്നെയാണ്, നിങ്ങളും ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ കാണുന്നത്. നോക്കേ, അതായത് ഇവിടെ നമ്മുടെ ഗ്രൗണ്ട് ഇതിവിടെ മൊത്തം സ്റ്റെപ്പായിട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതിനകത്ത് ഒരു സ്റ്റെപ്പാണിത്, അതിൽ ഏറ്റവും മുകളിലത്തെ സ്റ്റെപ്പ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മേളിലോട്ട് പോയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് റൂം ടൂറൊക്കെ കാണിക്കാം അല്ലേ? അതെ അതെ. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു പ്രോപ്പർട്ടി. അതായത് ഇത്രയും കണ്ടോ, അതിരൊക്കെ തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഊഞ്ഞാലാടാൻ ഗൈസ് ഇതൊരു പ്രീമിയം ഊഞ്ഞാലാണ്. വേണേ ഞാൻ കിടന്ന് കാണിച്ചുതരാം. അയ്യാ കണ്ട, ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നടക്കാം. ഇങ്ങനെ കിടന്ന് നമ്മൾ ആടുമ്പോൾ തന്നെ നമുക്ക് ഒരു ആംബിയൻസിന് വേണ്ടിട്ട്, അതായത് നമുക്കിപ്പോ ഫോണൊക്കെ ഉണ്ട്. അയ്യോ ഇങ്ങനെ വീണൊക്കെ പോകും ഇടക്ക്. എടാ രക്ഷിക്കടാ. അയ്യോ ഗൈസ് ഇങ്ങനെയാണ് ഊഞ്ഞാൽ. ഇങ്ങനെയല്ല ശരിക്കും ഊഞ്ഞാലാടേണ്ടത്. ഊഞ്ഞാലാടാൻ അറിയുന്നവർക്ക് ഇവിടെ ഇങ്ങനെ ആടാം. അവർ വരുമ്പോൾ അത് പറഞ്ഞു തന്നാൽ മതി. വയസ്സ് ഇവിടെ നമ്മൾ കാണാത്ത ഒരുപാട് നല്ല നല്ല പൂക്കളുള്ള ചെടികളുണ്ട്. പിന്നെ അതാണ്ട് ഇവിടെ കിളികൾക്ക് ഇവിടെ പറന്ന് നടക്കുന്ന കുറേ കരിയിലെ കുരുവികളൊക്കെ ഉണ്ട്. ആ കുരുവികൾക്ക് അവർ വീട് പണിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരെണ്ണം പോലും ഇവിടെ വന്ന് ഇരിക്കുന്നേ കണ്ടിട്ടില്ല. വീട് എവിടെ? താണ്ടേ കുഞ്ഞു വീട്. ഇത് കിളി വീടാണോ? പക്ഷെ അവിടെ ഒരു കിളിയും വന്നിരിക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് സ്വന്തമായിട്ട് വീട് വെച്ച് താമസിക്കാനാണ് ഇഷ്ടം. പിന്നെ വേറെ ഞാൻ പറഞ്ഞ പോലെ മുയലുകൾ. പിന്നെ അതാണ്ട് ഇവിടെ ഒരു ആംബിയൻസിന്റെ ലെറ്റർ ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കിളിക്കോട്. ഇതാണ് നമ്മുടെ ഒരു എൻട്രൻസ്. പിന്നെ മെയിനായിട്ട് പറയാനുള്ള നമുക്ക് ഇവിടുത്തെ ഇതെന്താ പറയാ, കോട്ടേജ് എന്നല്ലേ? ഓരോ കോട്ടേജിനും അവർ ഓരോ പേര് നൽകിയിട്ടുണ്ട്. അത് കാണിച്ചു തരാം. നമ്മുടെ കോട്ടേജിന്റെ പേരാണ് ഞങ്ങളുടെ കോട്ടേജിന്റെ പേര് അമറല്ലോ. വിൻഡ് മില്ലുണ്ട് കേട്ടോ. വിൻഡ് മില്ലാണ് ദോ നിൽക്കുന്നത്. ഇതിപ്പൊ കറങ്ങുന്നില്ല, പക്ഷെ ഇന്നലെയൊക്കെ കറങ്ങിയായിരുന്നു. ആണോ? പിന്നെ സ്റ്റേബിൾസ്. ഇതിന്റെ മുകളിലോട്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മേളിൽ ചിലപ്പോൾ സ്റ്റേബിൾ. അതെനിക്കറിയാം, കുതിരകളുടെ വീട്. ശരിയാ, സ്റ്റേബിൾ മറന്നുപോയി. പക്ഷെ കുതിര പോയിട്ട് ഒരു കഴുത പോലും ഇവിടെ ഇല്ല. നമ്മ ഇന്നലെ കണ്ടില്ലേ? അല്ല, ഇതിനകത്ത് ചിലപ്പോ നമ്മ പോവാത്തോണ്ടായിരിക്കും അവിടെ ഉണ്ടാവുമായിരിക്കും. പിന്നെ ഇത് കണ്ടോ, നല്ല വ്യൂ ആണ് ഗൈസ്. ഇവിടെ നമുക്ക് രാവിലെയൊക്കെ എഴുന്നേറ്റ് നമ്മളിങ്ങനെ നോക്കുമ്പോ ഞാൻ ഇപ്പഴ ശരിക്കും നോക്കുന്നേ. അങ്ങൊക്കെ നോക്കടാ. അതാ പറഞ്ഞതാ, നല്ല രസമല്ലേ? ഇങ്ങനെ സ്റ്റെപ്പായിട്ടിട്ടിരിക്കുന്നു മൊത്തം. പിന്നെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ഫാമിംഗ് നടക്കുന്ന സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ കൂട്ടുകാരൻ ഷാൻ്റെ കോട്ടേജ് എന്ന് പറയുന്നത് പോലെ അതാണ്. ഇവിടെയാണ് ഷാൻ്റെ. അതും സെയിം. പക്ഷേ നമ്മുടെ ഒരു മിറർ ലൈക്ക് സ്ട്രക്ചറാണ് അവിടെ അവർ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ കട്ടിൽ ഇവിടെ ആണെങ്കിൽ അവൻ്റെ കട്ടിൽ ഇപ്പുറത്തായിരിക്കും, എല്ലാം അപ്പുറത്ത്. നമുക്ക് നമ്മുടെ റൂമിലോട്ട് കയറിയാലോ? അതെ, നമുക്ക് റൂം ടൂർ ആവാം. ഉറങ്ങി എണീറ്റതേ ഉള്ളതുകൊണ്ട് റൂമിന്റെ ബെഡൊക്കെ ഇച്ചിരി അലങ്കോലെ. അതെ, സാധാരണ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഉടനെ ചെയ്യുന്നതായിരുന്നു. പക്ഷെ ഇന്നലെ ചത്ത് പുഴുങ്ങിയാണ് വന്നത്. അതുകൊണ്ട് വന്ന് കിടന്നുറങ്ങിയത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഫ്രണ്ടില് ഗാർഡൻ ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ട ലില്ലി ഒക്കെ ഉണ്ട്. ഇതിന്റെ ലില്ലിയാണോ ഇത്? ഇത് കുഞ്ഞു ലില്ലി. ഓക്കെ. പിന്നെ നമുക്ക് അവിടെ ഒരു ഏരിയ കൂടി ഉണ്ട്. നമുക്ക് ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ അവിടെ വന്ന് നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം ഗൈസ്. ഇതെന്താ ഈ കളറ്? ബ്ലൂ ആവുന്ന സാധനമായിരിക്കും. അത് ഞാൻ ചുമ്മാ പറഞ്ഞ ബ്ലൂ ആവുന്ന. പക്ഷെ രാവിലെ ഈ കളർ ഒറിജിനൽ കളർ ഇതാ. ഓ ഇല്ല, നമുക്കില്ല
തണുപ്പുള്ള സ്ഥലത്തിലെ മഞ്ഞ് വീണ പോലത്തെ ചെടികളാണ് ഗൈസ് ഇത്. ഇത് രാത്രി കാണുമ്പോഴാ ഭംഗി. അത് രാത്രി ഇതിങ്ങനെ ഗ്ലോ ചെയ്ത് നിൽക്കും. സത്യം. നമുക്കിനി നമ്മുടെ റൂമിലേക്ക് കയറാം. ആ റൂമിന്റെ മുകളിലൊരു Guys, മാന്റെ ഒക്കെ പടങ്ങളുണ്ട് കേട്ടോ. റൂമിന്റെ മെയിൻ ഹൈലൈറ്റ് കണ്ട വട്ടം ഡോറാണ് ഗൈസ്. കണ്ട അതെ അതെ, ഒരു തുറന്നാണ് ഒരു ബാങ്കിന്റെ ഒക്കെ ലോക്കറിലോട്ട് കയറുന്ന പോലെ. തുറക്കട്ടെ? ഹലോ, യെസ് പ്ലീസ് കം ഇൻ സർ. കാർപ്പറ്റ്. നമുക്കിവിടെ ചൂടിൽ നിന്നും രക്ഷ നേടാൻ ഹീറ്റർ ഉണ്ട് ഗൈസ്. കണ്ട, ഈ ഹീറ്റർ നമ്മളിങ്ങനെ ഓണാക്കി കഴിയുമ്പം ഒന്നും വരത്തില്ല, കാരണം ഇതിന്റെ പ്ലഗ് കുത്തിയിട്ടില്ല. ഞാൻ അത് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇപ്പം ഈ 2 ട്യൂബ് പോലത്തെ ഈ സാധനം ഇപ്പം പഴുത്ത് ഒരു ചുമന്ന കളറാവും. പാവും. ഇവിടുത്തെ വിൻഡോ കാണിക്കേ. ഓ, ഇത് വേറൊരു വൈബാട്ടോ. നമ്മളെ ബാംഗ്ലൂർ ഡേയ്സിലൊക്കെ നസ്രീൻ നസീം ചെയ്യുന്ന പോലെ മറ്റേ റെയിൻബോ വരുന്ന രീതിയിലുള്ള ഒരു ഗ്ലാസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അതായത് രാവിലെ സൂര്യകിരണങ്ങൾ അടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മോന്തയിൽ റെയിൻബോ അടിക്കും. അടിപൊളിയല്ലേ ഇവിടുന്ന് ഒരു വ്യൂ. നമ്മളെല്ലാം ഏതോ ടിവിക്കകത്ത് കാണുന്ന പോലെ വ്യൂ. അതായത് നമ്മളിപ്പോ ഭയങ്കര സ്ട്രെസ്ഡ് ഒക്കെ ആയിട്ട് ഇരിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, ഇവിടെ വന്ന ഒരു ദിവസം താമസിച്ച ഭയങ്കര റിലീഫാണ്. സത്യം. അതിപ്പം മൂന്നാറിന്ന് എപ്പോഴും വരുന്ന ഈ കൊടൈക്കനാലിലെ എവിടെ വന്ന് താമസിച്ചാലും ഈ ഒരു വ്യൂ കിട്ടും കേട്ടോ. അതെ, നമ്മളിതിന് ഇവിടെ തന്നെ ഒന്ന് താമസം പറഞ്ഞ് ഇതിനൊരു പ്രമോഷൻ അല്ലേ കേസ്. പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ എല്ലാ റിസോർട്ടിലും ഉള്ള പോലെ നല്ലൊരു ബെഡ്. പക്ഷേ ബെഡൊക്കെ വേറെ, അതാ നമ്മുടെ പണ്ട് കാലത്തെ മറ്റേ കൈ വെച്ചൊക്കെ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. കൊതുവിനെ അടിക്കാനുള്ള ബാറ്റൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ വേറെ റിസോർട്ടിൽ കണ്ടിട്ടില്ല. പിന്നെ അടിപൊളി ഒരു നമുക്ക് റെഡി ആവാൻ വേണ്ടി ഇത് ഈ മിററും ഒക്കെ എവിടെ റെഡി ആവാൻ വേണ്ടി ഒരു മിററുണ്ട്. പിന്നെ നമുക്ക് സൂപ്പർ മിറർ കപ്പിളായിട്ട് വരുമ്പോൾ നമുക്ക് ഇരുന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ട്. ഇവിടെ ഒരു അടിപൊളി ഹോട്ട് സീറ്റുകളുണ്ട് 2 എണ്ണം. ഫയർ സ്പേസ് വിത്ത് ഫയർ സ്പേസ്. അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ ബിഗ് ബോസിൽ കൺഫെഷൻ റൂമിൽ ഇരിക്കുന്ന 2 ചെയറുകളുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇരുന്ന് കാര്യവിവരങ്ങളൊക്കെ സംസാരിക്കാം. പിന്നെ ഇവിടെ നമുക്ക് ക്യാൻഡിൽസ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ ഇവിടെ ക്യാൻഡിൽ കുത്തിവെച്ച് നമുക്ക് വേണമെങ്കിൽ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ കഴിക്കാം. പിന്നെ ഇവിടെ പേസ്റ്റും ബ്രഷും നമുക്ക് കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ പേസ്റ്റും ബ്രഷും മേടിച്ചാണ് ഗൈസ്. എല്ലായിടത്തും വാർഡ്രോബാണ്. പിന്നെ വൈകുന്നേരം നമ്മൾ ഇന്നലെ വന്നത് കൊണ്ട് തന്നെ മോന്തയിലോട്ട് വെട്ടം അടിക്കുന്നോണ്ട് നമ്മൾ ഇവിടുത്തെ ടവൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ അടച്ചു വെച്ചിരിക്കുവായിരുന്നു. ഇവിടുന്ന് ഒരു അടിപൊളി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മളെല്ലാം പ്രതീക്ഷിക്കാത്തൊരു വ്യൂ ഇവിടുന്ന് തുറക്കുമ്പോൾ കാണുന്നത്. ഏതോ സിനിമയിൽ ഇതൊരു ആർട്ടിഫിഷ്യൽ CG വർക്കാന്ന് തോന്നുന്നു. നമുക്കൊരിക്കലും എന്താ പറയുക, ഇതിന് മറ്റേ ഒറിജിനൽ സാധനമായിട്ട് തോന്നത്തില്ല. പിന്നെ ഒരു അടിപൊളി ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനൊന്നും വലിയ വെട്ടമൊന്നുമില്ല, പക്ഷേ എല്ലാം ഒരു ആംബിയൻസ് ആണ്, എസ്തെറ്റിക്. പിന്നെ നമുക്ക് തണുത്ത വിറച്ച് വെള്ളം വരുന്ന അടിപൊളി ഏത് ലേസും ഡാർക്ക് ഫാന്റസി ഒക്കെ ഉണ്ടായിരുന്നു, അതിനകത്ത് തിന്ന്. പിന്നെ ഇതുപോലെ തിന്നാത്ത അല്ല കുടിക്കാത്ത കുറച്ച് ഡ്രിങ്ക്സ് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ മെയിൻ സംഭവം ഗൈസ്, ഇവിടെ പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. സോ നമുക്ക് മറ്റേ കുപ്പിയൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇവിടെ നമുക്ക് 5 ലിറ്ററിന്റെ സാധനം മാത്രമേ കിട്ടത്തുള്ളൂ, മേടിക്കാൻ കിട്ടത്തുള്ളൂ. ഇവിടെ വെച്ചിരിക്കുന്നത് പെട്ടെന്ന് താഴ്ക്കണം, ഒരു കുപ്പി വെള്ളം വേണം, കിട്ടത്തില്ല. 5 ലിറ്ററിന്റെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ 5 ലിറ്ററിന്റെ ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാം തീർച്ചയായും. പിന്നെ കെറ്റില് ഇതൊക്കെ എല്ലാ റിസോർട്ടിലും കാണുമല്ലോ ഗൈസ്. നമുക്ക് ഇനി ബാത്റൂമിലേക്ക് കയറാം. ഓക്കെ ഗൈസ്, ബാത്റൂമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല ആംബിയൻസ് ആണ്. നമുക്ക് ആംബിയൻസോടെ ക്ലോസറ്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് ശല്യമായിട്ട് ഈ കർട്ടൻ ഇല്ലെങ്കിൽ ഇവിടെ ഇതുപോലെ ആൾക്കാർ ഒന്ന് നിൽക്കും. ഇവിടെ നിൽക്കുന്ന സ്ഥലവും പൊള്ളി രസമാണ് കാണാൻ. ഞാൻ കാണിച്ചു തരാം, അങ്ങോട്ട് പോവാം. ബാത്റൂം ടൈലും എല്ലാം അടിപൊളിയാട്ടോ. ഞാൻ മറ്റേ ഇസ്മായിലിന്റെ കടയില് ഇതുപോലത്തെ ടൈലൊക്കെ കണ്ടിട്ടുള്ളത്. ഒരു അടിപൊളി എസ്തെറ്റിക് മിറർ ഉണ്ട്. എനിക്കിനി റെഡി ആയിട്ട് വേണം ഇവിടെ ഒരു സെൽഫി എടുക്കാൻ. എസ്തെറ്റിക് ആയിട്ട് എല്ലാം ബ്ലാക്ക് കളറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വെള്ളം ഉപയോഗിക്കുമ്പോഴേ വെള്ളം തൊടുന്ന സ്ഥലങ്ങളെല്ലാം നമുക്ക് മരവിച്ചു പോകും. പ്രത്യേകിച്ച് നമ്മൾ ടോയ്ലറ്റിൽ പോയി കഴിയുമ്പോൾ ടോയ്ലറ്റിൽ നിൽക്കുന്നതെന്ന് തോന്നത്തില്ല, അത്ര ഭംഗി. സ്റ്റുഡിയോയിൽ നിൽക്കുന്ന പോലെ തോന്നുന്നില്ല. ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ലൈറ്റ്സ് ഒക്കെ കത്തുന്നുണ്ട് കേട്ടോ. വരൂ, നമുക്കിനി ഇവിടെ പോവാം. ഇനി നമുക്ക് നമ്മുടെ കോർട്ട്യാർഡിലേക്ക് പോവാം ഗൈസ്. അത് ഇതുപോലെ അടിപൊളി കിടിലം കർട്ടനിലൊക്കെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനകത്തോട്ട് ഇറക്കാം. ഇവിടെ നമുക്ക് 2 ഹോട്ട് സീറ്റ് അല്ലെങ്കിലും 2 കുറച്ച് പ്രീമിയം ചെയർസ് അവർ ഇട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുമ്പോഴായിരിക്കും നമുക്ക് മറ്റേ ബാറ്റൊക്കെ വേണ്ടി വരുന്നത്. ശരിയാ, ഇതുണ്ടാ റൂഫിന് പകരം മറ്റേ കമ്പും ചുള്ളിയൊക്കെ. ഇതെല്ലാം ഒറിജിനലാണ് ഗൈസ്. നോക്കൂ,
കണ്ടില്ലേ? എടാ അത് കണക്കി പോരാടാ ഗൈസ്. ഇതാ ഒറിജിനൽ മലയാണ്. അതെ അതെ, ഈ സ്റ്റെപ്പില്ലേ അവര് സെറ്റ് ചെയ്തേക്കുന്ന ആ മലയാ, ഒറിജിനൽ മണ്ണും മലയോ. നമുക്കിനി ഷാനെ പരിചയപ്പെടാം. ഈ വീഡിയോ ഒക്കെ ഇന്ന് നമുക്ക് ഇടാൻ പറ്റുമെന്ന് അറിയണം, ഇവിടെ റേഞ്ച് ഇല്ലേ. നമുക്ക് വീണ്ടും ഔട്ട്ഡോറിലേക്ക് ഇറങ്ങാം. ഷാനെ വീണ്ടും കാണാണ്ടായോ? ഷാന്റെ കോട്ടേജാണ് ഗൈസ് ആ കാണുന്നത്. ചിലപ്പോ ഷാൻ അവിടെ നിന്ന് ഇറങ്ങി വരും. ഷാനെ, യെസ്, ഷാൻ നമ്മളെ വേറൊരു വീഡിയോ എടുക്കുന്ന തിരക്കിലാണെന്ന് തോന്നുന്നു ഗൈസ്. എന്തൊക്കെയോ വാരി പൊത്തുന്നുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു ആ ബാത്റൂമിൽ നിന്ന് ക്രീം എല്ലാം തേച്ചു. വന്നാ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് എന്നാണ് ഷാൻ പറഞ്ഞത്. അപ്പൊ നമുക്കിനി ഫുഡ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് 8 മണിയായുള്ളൂ, ഫുഡൊക്കെ റെഡി ആയി കേട്ടോ. ഷാൻ ഇന്നലെ വന്നപ്പോ മുതൽ ഇവിടെ കുളിക്കാൻ തുടങ്ങിയതാ ഗൈസ്. ഇന്നലെ വന്ന് രാവിലെ വൈകുന്നേരം കുളിച്ച്, ഇന്നലെ രാത്രി കുളിച്ച്, ഇന്ന് രാവിലെ കുളിച്ച്. ഷാൻ വെറുതെ അല്ല ഗൈസ് ഒരു സ്കിൻ കെയർ വ്ളോഗർ ആയത്. ഞാനത് പല്ല് തേച്ചിട്ട് വരാം. ഞാൻ ഇതുവരെ പല്ല് തേച്ചില്ല. രാവിലെ പോയി ബ്രഷും പേസ്റ്റും മേടിച്ചോണ്ട് വന്നത്. അയ്യേ, ആ പല്ലേ കേട്ടോ പോയി. എന്റെ പുട്ടും കടലയും ചൂടാറി പോയാലുണ്ടല്ലോ. ഇല്ലേ ഗൈസ്, അപ്പൊ ഞാൻ പല്ല് തേച്ചിട്ട് വരാം. ഗൈസ് ലിബ്രസർ പല്ല് തേക്കുന്ന വളരെ റെയറായി കാണാൻ പറ്റുന്ന ഒരു നിമിഷമാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരു ASMR വീഡിയോ ആയിരിക്കും, കാരണം എന്റെ മൈക്കുള്ളതുകൊണ്ട് ഈ പുഴയ്ക്കെല്ലാം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഓക്കെ, പല്ല് തേച്ചിട്ട് കാണാം. ഗൈസ് അപ്പോൾ ലിബ്രാസർ പല്ല് തേച്ച് കഴിഞ്ഞു എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിഞ്ഞ ന്യൂസ്. അപ്പൊ നമുക്കിനി ബാത്റൂമിൽ അപ്പിടുന്ന വ്ളോഗ് എടുക്കാം. ബാത്റൂമിൽ ഞാൻ ഇവിടുന്ന് ഞെക്കുവോ ഹാൻഡ് വാഷിന് വേണ്ടി. ഹാൻഡ് വാഷ് എനിക്ക് ഐസായി തോന്നുന്നു കേട്ടാ. ഞാൻ ഞെക്കിയിട്ട് വരുന്നില്ലായിരുന്നു. ഷാന്റെ കോട്ടേജിലേക്ക് പോകാം. മുഖം തുടങ്ങാൻ നമുക്ക് ടവലുണ്ട് ഗൈസ്, കമോ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ബെഡ്ഷീറ്റ് വെച്ചാണല്ലോ മുഖം തുടയ്ക്കുന്നത്. പടാ അവിടെ നിന്ന് നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന അടിപൊളി വൈറ്റ് ടവൽ ഉണ്ടെന്നാണ് ഞാനൊരു കാര്യം പറയട്ടെ. ഇത് പുത്തൻ ടവല. സാധാരണ റിസോർട്ടുകളിലൊക്കെ റീയൂസ് ചെയ്ത ടവല. അതായത് ഒരു തവണ ഒരാൾ യൂസ് ചെയ്തതിന് അത് ക്ലീൻ ചെയ്തിട്ടാ തരുന്നത്. ഇത് പുത്തനാ. മനസ്സിലായി, നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും പുത്തനാന്ന്. നീ അതിന്റെ ഒരു സ്ട്രാൻഡ് എങ്കിലും പൊങ്ങിയിട്ടുണ്ടോ നോക്ക്. ഇതെല്ലാം പൊങ്ങിയല്ലേ നിൽക്കുന്ന. നീ പോടാ വേണ്ട, അതല്ല എടുക്കും കേട്ടാ. ഇത് പുത്തനാ. എനിക്ക് തോന്നുന്നു ഇവര് ഒരു തവണ ഒരാൾ യൂസ് ചെയ്ത് പിന്നെ എടുക്കത്തില്ലെന്ന്. ഇവിടെ പിന്നെ കൊരങ്ങന്മാരൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡോർ അടച്ചിട്ട് പോകേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഡോർ അടച്ചത് തന്നെ തുറക്കും, പൂട്ടിയില്ലെങ്കിൽ സീനാ. താക്കോല് കണ്ട? താക്കോല് അവിടെ എവിടെ ഇരിക്കുന്നുണ്ട്. താക്കോല് കിട്ടി, നമുക്ക് ഇത് പൂട്ടാം. യെസ്, എങ്ങനെയാണ്ടൊക്കെ പൂട്ടിയിട്ടുണ്ട്. ഇനി തുറക്കാൻ പറ്റുമെന്തോ. ഇനി നമുക്ക് ഷാന്റെ കോട്ടേജിലേക്ക് പോവാം. നമുക്ക് പിന്നെ നടക്കാനായിട്ട് അവർ ഇതിനെന്താ പറയുന്നത്, പേയ്മെന്റ് സ്റ്റോൺ. ആ സ്റ്റോൺ വെച്ചിട്ടുണ്ട് അവര്. പിന്നെ നമ്മുടെ ഈ റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഒരു 50 കലോറി കുറയും കൈസ്. അത്രയ്ക്ക് മറ്റേ ശബരിമലയാണൊക്കെ. അയ്യോ, ഷാന്റെ വീടിന്റെ പേര് അസുറോ എന്നാണ്. ഇവിടെ നമ്മുടെ വീട്ടിലെ പോലെ താണ്ട ഇത് എലിപ്പെട്ടിയെ. എന്റെ മോനെ ഷാന്റെ ഡെഡിക്കേഷൻ കണ്ടില്ലേ? റിസോർട്ടിൽ വന്നിട്ടും അവന്റെ അതെ എല്ലാരും പറയുന്നുണ്ട് റിംഗ് ലൈറ്റ് ഇട്ടാണ് അവൻ ആഫ്റ്റർ കാണിക്കുന്നത്. പക്ഷെ നോക്ക്, കണ്ടില്ലേ, അവൻ ജസ്റ്റ് ഫോൺ വെക്കാൻ വേണ്ടി മാത്രമാണ് ആ റിംഗ് ലൈറ്റ് യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ? നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അവന്റെ ഒരു സ്കിന്നിന്റെ ഗ്ലോ കാണാം. കണ്ടില്ലേ? വാവ്, മൂക്കൊക്കെ ചുമന്ന് സ്ട്രോബെറി കണക്കിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കണ്ടില്ലേ? റെയിൻബോ അഴകിൽ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഷാന് ദോശ, എനിക്ക് ചപ്പാത്തി, 2 കോഫി. ഇതെന്താ ചിക്കൻ കറിയാ? കടലക്കറി. 2 കടലക്കറി പറഞ്ഞ നമ്മള്. ഇതെന്താ 2 കറി വെച്ചേക്കുന്ന? പാവങ്ങൾ. നിങ്ങൾ അപ്പത്തിന്റെ കൂടെ എന്തോ കറി പറഞ്ഞേ? അപ്പത്തിന്റെ കൂടെ എന്തോ കറി പറഞ്ഞേ? അപ്പത്തിന്റെ കറി കടലക്കറി, ദോശയും സാമ്പാറും. എനിക്ക് ചപ്പാത്തിയും കടലക്കറി. പിന്നെ നീ ഈ ചരുവ മൊത്തം തിന്നോ? എന്നാ നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാം. സൗഹൃദം. എന്റെ കടലക്കറി ഞാൻ ആർക്കും തരും. ഇനി കഴിച്ചിട്ട് കാണാം.